ദ ഫാദേഴ്സ് ജോബ്, അപ്പൻ്റെ ജോലി. ഈ മെസ്സേജും അനാഥത്വ സ്പിരിറ്റിനെ തന്നെ ബേസ് ചെയ്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരാതെ ഒരു വ്യക്തിയിലും അനാഥത്വ സ്പിരിറ്റ് മാറത്തില്ല. നമ്മൾ എന്തൊക്കെ വെച്ച് കാണിച്ചോട്ടല്ലോ, എത്ര വലിയ സ്ട്രെങ്തൻ, എംപവർ, ഗെറ്റ് ടുഗദർ, എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും വെറുതെ നമ്മളത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൻഡ് വാക്വം ഇൻസൈഡ് ഈസ് ബിക്കമിങ് ബിഗർ ആൻഡ് ബിഗർ. അതുകൊണ്ടാണ് ഈ മരിക്കുന്ന സമയത്ത് പോലും ചിലർ നല്ല പള്ളിയിലൊക്കെ പോകുന്നവരായിരുന്നു, വചനം എടുത്തവരായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ, പക്ഷേ മരിക്കാൻ നേരത്തെ ഒരു മിസറബിൾ എൻഡ്. ബിക്കോസ് ആ വോയിഡ് അവിടെ ഇപ്പോഴും നടക്കുകയാണ്, ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം. അത് പല സഭകളിലുണ്ട്, വ്യക്തികൾ, വിശ്വാസികളിൽ ഒത്തിരി ഉണ്ട്. നമ്മുടെ അവിശ്വാസികളുടെ കാര്യം ഞാൻ സംസാരിക്കുന്നില്ലല്ലോ. അപ്പം അപ്പൻ്റെ ജോലി എന്താണ്? ഫാദേഴ്സ് ജോബ് ഈസ് ടു പ്രൊവൈഡ്. എന്ത് പ്രൊവൈഡ് ചെയ്യണം? ദേ ഹാവ് ടു പ്രൊവൈഡ്, പ്രൊട്ടക്റ്റ് ആൻഡ് കെയർ ഫോർ. അത് പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് നേടിക്കൊടുക്കും. കുഞ്ഞുങ്ങളാകുന്നിടം വരെ അവരുടെ കാര്യങ്ങൾ നോക്കുന്ന പ്രൊവിഷൻ അപ്പൻ്റെ ജോലിയാണ്. ഇത് പറയുമ്പം മനസ്സിൽ വരുന്നത്, ഇത് ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അപ്പനാണ് പ്രൊവൈഡ് ചെയ്യേണ്ട വ്യക്തി. അത് അമ്മയാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഫസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ ഒത്തിരി മാറിപ്പോയി. അപ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കും, എന്നാ അപ്പൻ കള്ളുകുടിയനാണല്ലോ. അപ്പൻ കള്ളുകുടിയനാണെങ്കിൽ ദർ ഇസ് സംതിങ്, ഒരു ലാക്ക് വന്നിട്ടുണ്ട്. അത് കവർ ചെയ്യാനുള്ള ഒരു വാരിയറിനെ ആയിരിക്കും ദൈവം ആ വീട്ടിലോട്ട് അയക്കുന്നത്. അത് ദൈവത്തിനെ അറിയത്തുള്ളൂ, നമുക്കത് വിധിക്കാനത്. പക്ഷേ പല ഭവനങ്ങളിലും ഞാൻ കണ്ടിരിക്കുന്നത്, ഈ ഭർത്താക്കന്മാർ കള്ളു കുടിച്ചാലും എന്തെല്ലാം ബലഹീന കാണിച്ചാലും ചില ഭവനങ്ങളിലെ ആ സ്ത്രീകൾ ഉറപ്പോടെ നിന്നിട്ട് ആ ഭവനം നയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത തലമുറ അവരുദ്ദേശിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് അടുത്ത തലമുറ ഉയർന്നു വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ പ്രൊവിഷൻ ഈസ് ആക്ച്വലി ടു ബി ഡൺ ബൈ ദ ഫാദർ എന്ന് പറയുമ്പം, ഫാദർ ബലഹീനയാണെങ്കിൽ ദ മദർ ഷുഡ് കം ടു എയ്ഡ്. അല്ലാതെ അതിന് പകരം ഇട്ടെറിഞ്ഞേച്ച് ഇന്ന് ഞാനിപ്പോൾ പോകുന്നു, അതല്ല. ദാറ്റ് ഈസ് ആ ഫണ്ടമെൻ്റൽ. അതായത് യുവർ ഹാർട്ട് ഈസ് ദ ഹോം, യുവർ ഹോം ഈസ് ദ പ്ലേസ് വെയർ ഗോഡ് അബൈഡ്സ്. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അല്ലാതെ നമ്മൾ ദൈവം ഇല്ലാത്ത ഒരു ഭവനം ഉണ്ടാക്കി വെച്ചിട്ട് എന്തെടുക്കാനാണ്? ദൈവം ഉള്ളിടത്ത് ആര് വലുത് ആര് ചെറുതെന്നല്ല, പക്ഷേ ഫണ്ടമെൻ്റലായിട്ടുള്ള ബിബ്ലിക്കൽ പ്രിൻസിപ്പിളിൽ എ ചൈൽഡ് ഓട്ടോമാറ്റിക്കലി ബിക്കം ആൻ ഓർഫൻ ദ മോമെൻറ്റ് ദ ഫാദർ ഈസ് നോ ലോങ്ങർ ദെയർ. ഒരപ്പൻ ഇല്ലാതെ പോയെങ്കിൽ ആ വീട് ഒരു ഓർഫൻ സ്റ്റേജിലോട്ട് മാറും. അപ്പൻ്റെ ജോലി പ്രൊവിഷൻ, അതായത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ സേഫായിട്ട് സൂക്ഷിക്കുക, അവരെ കരുതുക. ഇത് മൂന്നും അവർ ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത തലമുറകൾ ഈ ചുമതലകൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ നമുക്കവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കാനൊക്കത്തില്ല. ബിക്കോസ് പരിശുദ്ധാത്മാവിൻ്റെ ഇൻഡ്വെല്ലിങ്, അതായത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എബൈഡ് ചെയ്യാതെ, വസിക്കാതെ മാറ്റം വരത്തില്ല. എന്നാൽ വൺ ടച്ച് മതി, ഒരു ദൈവത്തിൻ്റെ ഒരു തൊടൽ മതി. വൺ വേർഡ് ഫ്രം ഗോഡ് ഇനഫ് ടു ചേഞ്ച് എ പേഴ്സൺ. അവിടെ എന്നാൽ ഈ കള്ളു കുടിക്കുന്നവരുടെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യം കള്ളു കുടിക്കുന്ന ഭർത്താക്കന്മാർ ഈ ഭാര്യമാരുടെ നല്ല പ്രയത്നം കൊണ്ട് അവസാനം മക്കളെയൊക്കെ നല്ല പതിവ്, അവസാനം ഈ ഭർത്താവ് കള്ളുകൂടിയും നിർത്തിയിട്ട് ചൊവ്വായിട്ട് ജീവിക്കുന്നു. അങ്ങനെ എത്രയോ ഭവനങ്ങൾ എനിക്കറിയാം. ഭർത്താവ് അടിക്കുമെന്ന് പേടിച്ചിട്ട് ഭാര്യമാർ ഒളിച്ചു മാറി 2 മാസമൊക്കെ മാറി നിൽക്കുന്നവരെ എനിക്കറിയാം. അവസാനം അവർ തിരിച്ചു വരും, പിന്നെ ആ ഭർത്താവ് തൊടുകയില്ല. ബിക്കോസ് ദേ നോ ദാറ്റ് ദിസ് ഈസ് നോട്ട് സിമ്പിൾ. അപ്പോൾ ഇത് പഠിപ്പിക്കേണ്ട ചുമതല ദൈവത്തിൻ്റെ. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ബൈബിൾ ഈസ് ഫുൾ ഓഫ് കമാൻഡ്സ് ആൻഡ് വേർഡ്സ് ഓഫ് എൻകറേജ്മെൻറ്റ് കൺസേണിങ് വിഡോസ് ആൻഡ് ഓർഫൻസ്. അതായത് വേദപുസ്തകത്തിൽ വിധവമാരെയും അനാഥരെയും നോക്കണമെന്നുള്ള പരിചരണം സഭയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം അവരെ ഒരിക്കലും തനിയെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. അത് പോയിട്ടിപ്പം സ്വന്തം ഭവനത്തിൽ പോലും ഇല്ല, സഭകളിലും ഇല്ല, എല്ലായിടത്തും ഇവരെ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാലമാണ് അത്. ബിക്കോസ് അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ഇവർക്ക് കഴിവില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും തള്ളും. പണ്ട് കാലത്ത് ഒരു വിധവ ഒരു കല്യാണത്തിന് പോകാൻ പോലും അനുവദിച്ചിരുന്നില്ല. പിന്നെ കണി കാണുന്നുണ്ടെ വിധവയായ സ്ത്രീ വന്ന് നിന്നെങ്കിൽ പ്രശ്നം. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്.
നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. എ ചൈൽഡ് ഈസ് ഓട്ടോമാറ്റിക്കലി an orphan the moment his father is no longer, to provide, protect and care for. എപ്പോൾ നമ്മുടെ ഒരു അപ്പൻ ആ വീട്ടിൽ സാന്നിധ്യം കൊണ്ടും അതിന് കരുതൽ കൊണ്ടും കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇല്ല എങ്കിൽ ആ വീട്ടിൽ അനാഥത്വം കയറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് അനാഥത്വം എന്ന് പറയുമ്പം വി ഹാവ് ടു റിയലൈസ് ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഓർഫനേജ്. അനാഥത്വ ആത്മാവ്, ഇറ്റ് ഈസ് എൻ ഇല്ലീഗൽ ആത്മാവ്. ദൈവത്തിൻ്റെ അല്ലാത്തതായ ഒരു കള്ളനകത്ത് കയറി. അത് അപ്പനില്ലാതെ മക്കൾ വളർന്നു വരുന്നിടത്ത് നമ്മൾ വിചാരിക്കും അവിടെ പുരുഷനില്ല. പക്ഷേ ഒരു അന്ധകാര ശക്തി അവിടെ ഒരു ആധിപത്യം എടുക്കുക. അൺലെസ് ദ വുമൺ മദർ ഈസ് വെരി ഏണസ്റ്റ്. അമ്മമാർ ധൈര്യമായിട്ടിരുന്ന് വചനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ പ്രശ്നം വരത്തില്ല. പക്ഷേ പലയിടത്തും അത് സംഭവിക്കുന്നില്ല. പിന്നെ മൂത്ത മക്കൾ ആ പദവി ഏറ്റെടുക്കുന്നതാണ്. എ ചൈൽഡ് ഇൻ എ ഹോം വിത്തൗട്ട് എ ഫാദർ ഇസ് ആബ്സെൻസ് ഇസ് സീൻ ആസ് എ ഡെത്ത് ബ്ലോ ടു ദ ഫാമിലി. അതായത് അപ്പനില്ലാത്ത ഒരു ഭവനങ്ങൾ, അപ്പൻ്റെ ഇല്ലായ്മ ഒരു മരണം പോലെ തന്നെയാണ് ദൈവം കാണുന്നത്. അപ്പൻ്റെ അഭാവത്വം, അപ്പനില്ലാത്ത ഒരു സെക്ഷൻ, ഒരു സ്ഥിതി മരണമാണ്. അത് മരണ സ്റ്റേജാണ്. അതുകൊണ്ടാണ് ഞാനും പലപ്പോഴും പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിട്ടും ജീവൻ എന്തെന്നറിയാതെ ജീവിക്കുന്ന ഒരു സെക്ഷനാണ് ഒത്തിരി വിശ്വാസികൾ. അതായത് ഉള്ളിലുള്ള ആത്മാവ് ജീവിക്കുന്നില്ല. പിന്നെ പുറമേ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, വെള്ളവസ്ത്രം എടുത്തു പോകുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, മറ്റുള്ള അതല്ല ഞാനീ പറയുന്നത്. there is an area where the inner core, the holy of holy, അതിവിശുദ്ധ സ്ഥലത്ത് പൂർണ്ണമായിട്ടും ദൈവം ഇരിക്കുന്നുണ്ട്. നോക്കണം. അത് ആ ഭവനത്തിൽ ഇല്ലെങ്കിൽ അവരൊരു വിടവുണ്ട്. പിന്നെ നമുക്കൊന്നും ചെയ്യാം. ദൈവമേ അപ്പനില്ലാത്തടത്ത് നിൻ്റെ സാന്നിധ്യം, അങ്ങനെ വളർത്തുന്നവരില്ലേ, അപ്പം ചെയ്യും. അത് ദൈവം തമ്പുരാൻ തന്നെ എഴുന്നള്ളി വന്ന് ദൂതന്മാരെ അയച്ച് സഹായത്തിന് ആൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അപ്പനില്ലാത്ത ഒരു ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇന്നർ ടർബുലൻസ് ഉണ്ട്. അതെന്തായത്, ഒരു നല്ല ശിക്ഷണം കൊടുത്ത് സ്നേഹത്തോടെ വളർത്തേണ്ടതായ അപ്പൻ ഇല്ല എങ്കിൽ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു റിബല്യസ് സ്പിരിറ്റ് പൊങ്ങി വരും. റിബല്യസ് സ്പിരിറ്റ് എന്ന് പറയുമ്പം അതായത് പ്രതികാരം ചെയ്യുന്ന അനുസരണക്കേടിൻ്റെ, കാരണം അവിടെ കർത്തൃത്വം നടത്താൻ ആളില്ല. അവർ അമ്മ അധികാരത്തിൽ നിർത്തുന്നിടത്തോളം കാലം ദേ ആർ ഓക്കെ. പക്ഷെ അമ്മയുടെ അധികാരം ഒരു 18 വയസ്സാകുമ്പം തീരുമല്ലോ. അൺലെസ് ദേ ആർ റൂട്ടഡ് ഇൻ ദ വേർഡ് ദേ വിൽ ഗോ അവേ. ഒരു വിടവുണ്ട്, ആ ഒരു വിടവ് അതൊരു സഹിക്കമിയാത്ത വിടവാണ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകരുതെന്ന്. ഓൾമോസ്റ്റ് ഓൾ സോഷ്യൽ ഇൽസ് we seen faced in children related to fatherlessness. അതായത് മിക്ക മക്കളിലുമുള്ള അരാജകത്വം അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് അപ്പനില്ല, അപ്പൻ്റെ വിടവ് കൊണ്ടാണ്. ചിലയിടത്ത് അപ്പന്മാരുണ്ട്, പക്ഷെ അപ്പൻ്റെ ഇഫക്റ്റ് ഇല്ല. ഒരു സൈലൻറ്റ് മെമ്പറായിട്ടല്ല. ദൈവം അങ്ങനെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഈ ഓർഫൻസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ആദത്തിനും അവയ്ക്കും മുമ്പേ ലൂസിഫറിൽ തുടങ്ങിയത്, ആദത്തിൽ കൂടെ വന്നത്, പിൻതലമുറകളിലേക്ക് വന്നിട്ട് ഇനി ഈ ദുഷ്ട സ്പിരിറ്റ് നമ്മുടെ ഭവനങ്ങളിൽ കയറിയിരിക്കുന്നതിനെ അടിച്ചു മാറ്റണം. കർത്താവേ, ഈ ദുരാത്മാവ് ദൈവാത്മാവ് ഉള്ളിടത്ത് നിൽക്കാനൊക്കത്തില്ല. അതായത് എൻ്റെ ഭവനത്തിൽ വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിരിക്കാനൊക്കത്തില്ല. ഈ ഡാർക്ക് ഹോൾ അല്ലെങ്കിൽ ഈ ഇരുട്ട് പിടിച്ച ഈ ദുരാത്മാവ് എൻ്റെ ഭവനത്തിൽ നിന്ന് മാറണം. അത് വഴിയിലൊക്കെ യുദ്ധക്കളത്തിൽ അതുപോലെ അനാഥരായ സ്ഥലം, പക്ഷേ എൻ്റെ ഭവനം ദൈവത്തെ അറിയുന്ന ഭവനം, ഇതൊക്കത്തില്ല കർത്താവേ, ഇതിനെ ഞാൻ വെറുക്കുന്നു, ഈ സാഹചര്യത്തെ ഞാൻ വെറുക്കുന്നു എന്ന് പറയാനുള്ള കൃപയാണ് ഇന്നുകൊണ്ട് കിട്ടേണ്ടത്. ഈ സാഹചര്യം ദൈവത്തിൻ്റെ അല്ല. അപ്പം ദ ഫോർബിഡൻ ഫ്രൂട്ട്, അതായത് നന്മതിന്മയുടെ ഫലം അനുഭവിച്ചപ്പം ആദത്തിന് ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചന കൂടാതെ തീരുമാനിക്കാനുള്ള ഒരു കഴിവാണ് എടുക്കുന്നത്. ഈ ഒരു കഴിവ് ഉപയോഗിച്ച നാൾ തൊട്ട്, അതായത് എൻ്റെ കാര്യം ഞാൻ തന്നെ തീരുമാനിക്കുക, ദൈവത്തെ വേണം, ദൈവത്തെ മാറ്റുന്നത്. കല്യാണം, എനിക്കിഷ്ടമുള്ള പൊന്നിനെ ഞാൻ കല്യാണം കഴിക്കും, എനിക്കിഷ്ടമുള്ള കൊച്ചനെ ഞാൻ കല്യാണം. അപ്പം ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തി. എന്ത് സംഭവിക്കുന്നു? ഈ ദൈവത്തെ മാറ്റി നിർത്തി നീ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ലയബിലിറ്റി ആൻഡ് എ ബേർഡൻ ലേറ്റർ ഓൺ. നോക്കിക്കോ അല്ലേ, അത് പിന്നെ ഒരു ശാപമായിട്ട് മാറും, അതൊരു ഭാരമായിട്ട് മാറും.
അതാണ് കുടുംബജീവിതത്തിൽ നമ്മൾ ദൈവത്തെ അറിയുന്ന മക്കൾ ചോദിച്ചിട്ട് കർത്താവിനോട് ചോദിച്ചിട്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവർ കല്യാണം കഴിക്കുന്നതിന് കർത്താവ് പറഞ്ഞു ഇത് ചേരത്തില്ല, നിനക്ക് നാശമായിരിക്കും. അവരെന്തോ തിരിച്ചു പറഞ്ഞതെന്നറിയാമോ? പ്രാർത്ഥിച്ച് ശരിയാക്കി. ഒരു പരിശുദ്ധനായ ദൈവം വന്ന് പറഞ്ഞു ഇത് ശരിയാകത്തില്ല. വിവാഹം കഴിച്ച് 2 പെൺമക്കളായി കഴിഞ്ഞപ്പോൾ അയാൾ ഇട്ടേച്ചു പോയി. അതെത്ര, പിന്നെ അവർ 3 വിവാഹം കഴിച്ചു. കഷ്ടങ്ങൾ, ദുരിതങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മളോട് സംസാരിക്കാതിരുന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഈ അപ്പനില്ലാത്ത അവസ്ഥയിൽ, അതായത് ഈ അനുസരണക്കേടിൻ്റെയും ഇൻഡിപെൻഡൻസിനെ സ്പിരിറ്റ് കയറ്റി വെച്ചേച്ച് നമ്മൾ ഇന്ന് അനാഥരായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് തന്നെത്താനെ തീരുമാനം എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ ഫസ്റ്റ് ഇൽ അഡ്വൈസ്ഡ് ആക്ഷൻ, അതായത് പിശാച് ദൈവത്തോട് ചോദിക്കാതെ നന്മതിന്മ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചോ എന്ന് പോയി കഴിച്ചു, പാപം ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 3 കാര്യങ്ങൾ. ഒന്ന്, ആഡം സ്റ്റാർട്ടഡ് ടു മേക്ക് ഹിസ് ഓൺ ക്ലോത്ത്സ്, അതായത് അവൻ്റെ ഗ്ലോറി മാറിപ്പോയി. അവൻ നഗ്നനായെന്ന് ഉടനെ മനസ്സിലായി. എന്നാൽ പിന്നെ എന്താ ചെയ്യണം? ഉടനെ തന്നെ അത്തിയുടെ വൃക്ഷത്തിൻ്റെ ഇല, അത്തിവൃക്ഷത്തിൻ്റെ ഇല വലുതാണല്ലോ, അതുകൊണ്ട് വസ്ത്രം തയ്ച്ച് അവൻ ഉടുക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് വെയിൽ വരുന്നതിന് മുമ്പ് അത് ഉണങ്ങിപ്പോയില്ല. എന്നും പുതിയ ഇല തയ്ച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ. എന്നും ഈ അത്തിവൃക്ഷം കൊണ്ട് നമ്മൾ ഉടുപ്പുണ്ടാക്കുകയാണ്. ഞാൻ പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്നും നമ്മുടെ സ്വയ കഴിവിൽ നമ്മൾ ഈ വിടവടക്കുകയാണ്. ഇതിങ്ങനെയാണ് സാഹചര്യം. സത്യം അതല്ലെന്നേ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പം നിങ്ങൾക്ക് ചുമതലാബോധം ദൈവം ഇട്ടുതരും പരിശുദ്ധാത്മാവിലും. അപ്പം ഈ ഫസ്റ്റ് ഇൽ അഡ്വൈസ്ഡ് ആക്ഷൻ, അതായത് ഈ നമ്മുടെ വല്യപ്പച്ചനായ ആദം ഹവ്വയും ചെയ്ത മണ്ടത്തരത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഇപ്പോൾ അപ്പന്മാർക്ക് ബുദ്ധിയില്ലാതെ പോയത്. 2, യു ഹൈഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവം എന്നും വൈകിട്ട് വന്ന് ആദ്യം ഹവ്വയും കാണും, പക്ഷെ അവരവിടെ ഇല്ല. അവർ ഒളിച്ചിരിക്കുക, നഗ്നരല്ലേ. ആര് പറഞ്ഞു നീ നഗ്നനാന്ന്? ഇത്രയും അപ്പന്മാർ നഗ്നനായിട്ട് നടക്കുന്നു. ഇത്രയും അപ്പന്മാർ എന്നെ വിളിക്കുന്നു. അവൻ കള്ളും കുടിച്ച് നടക്കുകയാണ്, അവൾ കേസ് കൊടുത്തിരിക്കുകയാണ്, നമുക്ക് പൈസ ഇല്ല കൊടുക്കാൻ. എന്ത് ചെയ്യണം മാഡം? പ്രാർത്ഥിക്കും. എന്തുപദേശമാണ് കൊടുക്കേണ്ടത്? ബിക്കോസ് ഇത് ഇന്ന് തുടങ്ങിയതല്ലല്ലോ, ഇത് ആദത്തിൻ്റെ കാലം തൊട്ട് തുടങ്ങി. ഇതൊക്കെ മാറ്റാൻ കർത്താവ് ക്രൂശിന്മേൽ ജയമെടുത്തെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ആത്മാവിനെ പകരാമെന്ന്, പരിശുദ്ധാത്മാവിനെ പകരാൻ നമുക്കറിയാം. എന്നിട്ടെന്ത് പറ്റി? ഈ ബ്ലെയിം അതേഴ്സ് ഫോർ ദെയർ ഫെയിലിയർ. അവരുടെ കുറ്റങ്ങൾക്കെല്ലാവരും മറ്റവരെ കുറ്റം പറയും. ഈ ഡിവോഴ്സ് കേസസൊക്കെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഡിവോഴ്സ് കേസസ് എടുക്കും. ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുന്നത് കണ്ടാൽ തോന്നും ഇത്ര ദുഷ്ടനായൊരു മനുഷ്യൻ വേറെ ഇല്ലെന്ന്. അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ വേർഷം കേൾക്കുമ്പം അത്രയോ ഉപദ്രവിക്കുന്ന ഭാര്യ വേറെ ഇല്ലെന്ന് തോന്നും. അല്ലേ ഇത്രയോ അവഗണിക്കുന്ന ഒരു സ്ത്രീ വേറെ ഇല്ലെന്ന് തോന്നിക്കും. ബിക്കോസ് ദീസ് ആർ ഓൾ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സ്പിരിറ്റാണ്. അവനത് ചെയ്തില്ല, ഒരു ഭർത്താവ് 2-3 പ്രാവശ്യം എന്തെങ്കിലും ഒരു പ്രസൻറ്റോട് അത് ഇഷ്ടമോ അല്ലെങ്കിൽ പിന്നെ അവർ വാങ്ങിക്കില്ല. ഒരു ഭാര്യ ഭക്ഷണം നല്ല മേശപ്പുറത്ത് കൊണ്ടുവച്ച് 4 പ്രാവശ്യം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ ഭക്ഷണം ഉണ്ടാക്കത്തില്ല. ദി അപ്രോച്ച്, ബിക്കോസ് വി ആർ ഓൾ ഗൈഡഡ് ബൈ ദി ഓർഫൻസ്. ഇതൊക്കെ ആദത്തിൽ തുടങ്ങിയതാണ്. ഒന്ന്, അത്തിവൃക്ഷത്തിൻ്റെ ഇല കൊണ്ട് ദിവസവും നമ്മുടെ തീരുമാനമല്ലേ, എന്നും ഞാൻ പുതിയ വസ്ത്രം, പുതിയ ഷർട്ട് ഇടുക, പുതിയ പാൻറ് ഇടുക, പുതിയ സാരി ഉടുക്കുക. 2, രണ്ടാമത്തെ ആത്മാവ് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്ന് മാറി താമസിക്കുക. എനിക്ക് നഗ്നയാണ്, ദൈവത്തിൻ്റെ അടുക്കാൻ ഒക്കുന്നില്ല. 2, പ്രസൻസ് ഓഫ് ഗോഡ് മാറിപ്പോയി. 3-മത്തേത് ഞാൻ ആക്ച്വലി ഐ ബ്ലെയിം അതേഴ്സ് ഫോർ ഓൾ മൈ പ്രോബ്ലംസ്. എൻ്റെ പ്രശ്നത്തിനും എല്ലാം മറ്റുള്ളവരെ അല്ലെ മറ്റേ പാർട്ട്ണറാണ്. അതല്ലേ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള അനാഥത്വ സ്പിരിറ്റ് ഭവനത്തിൽ നിൽക്കുക. അപ്പനില്ലാതെ മക്കൾ വളർന്നു വരുമ്പോൾ അവിടെ ഒരു അനാഥത്വ സ്പിരിറ്റ് മക്കളിൽ പകരുകയാണ്. നിർത്താനൊക്കും. അമ്മ വിചാരിച്ച് നിർത്താനൊക്കും, അപ്പൻ വിചാരിച്ച് നിർത്താനൊക്കും, മക്കളെന്ത് ചെയ്യാനൊക്കും? പിന്നെ മുറയടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഇങ്ങനെയുള്ള ശാപം കുടുംബങ്ങളിൽ കയറില്ലേ, ഉണ്ടെങ്കിൽ അഴിച്ചു മാറ്റാൻ കഴിവുള്ള ദൈവത്തിലേക്ക് വിശുദ്ധ രക്തമാ വിടവിനകത്തോടെല്ലാം ഒഴുക്കി കഴുകി ശുദ്ധീകരിച്ച് വെടുപ്പാക്കി ഉറവ ഒഴിച്ചിട്ട് ആത്മാവിലവരെ വിശുദ്ധരാക്കി മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരണം നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കുമല്ലോ ഭർത്താവിന് അസാധ്യമായിട്ട്. ഭർത്താവ് പറയുന്നില്ലേ, എൻ്റെ കൈകൾ സഹായിക്കാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ കൈകൾ കുറുകിയിട്ടില്ല, കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ ചെവി അടഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ അകൃത്യങ്ങൾ അകൃത്യം എന്തുവാ? സ്വയം ഞാൻ അതൊരു വലിയ പാമ്പാണ്. ചിലപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുക, ഈ പാമ്പ് ചെറുതൊന്നുമല്ല, വലിയ പാമ്പ്. കഴിഞ്ഞു പോട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരപ്പനില്ലാത്ത ഭവനം, പ്രൊവൈഡ്, പ്രൊട്ടക്റ്റ് ആൻഡ് കെയർ ഫോർ, അത് മൂന്നും ഇല്ല. അതൊരു ഡെത്ത് ബ്ലോ ആണ് മക്കൾക്കാണ് അത് ഏറ്റവും ഹേമിക്കുന്നത്. ഭാര്യമാർ മനസ്സിലാക്കുന്നില്ല, ഭർത്താവും മനസ്സിലാക്കുന്നില്ല. പക്ഷെ പാവം പിടിച്ച മക്കളുടെ മേലുള്ള കവചം മാറിപ്പോന്നു. അതിനാൽ ഞങ്ങൾ സാഷ്ടാംഗം കമന്ന് കിടന്ന് നിൻ്റെ ഒരിക്കൽ പ്രാർത്ഥിക്കുക. ദൈവമേ, അവരുടെ കവചം നീ ആകണമേ. നിന്ന് മുതൽ നിൻ്റെ തിരശ്ശീലയ്ക്കകത്ത് അവരെ സൂക്ഷിക്കണമേ. കൂടാരത്തിനകത്ത് മീവൽ പക്ഷി തൻ്റെ കുഞ്ഞിനെയും കുരിയിൽ തൻ്റെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് വെക്കുന്നെങ്കിൽ ഞങ്ങളും അങ്ങനെയുള്ളവരെ കൊണ്ടുവെക്കുകയാണ്. അവിടുന്ന് അത് ചെയ്തേ പറ്റൂ. വേറെ ഒരിടത്തും ആശ്രയം ഞങ്ങൾ പോകുന്നില്ലല്ലോ. അതിൻ്റെ കയ്യിലേക്ക് തലമുറകളെ ഏൽപ്പിക്കുന്നു. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും നിൻ്റെ കൈ എത്താത്ത ഒരു സ്ഥലവും ഇല്ലെന്ന് ഇപ്പം പഠിപ്പിച്ചല്ലോ. അങ്ങനെയെങ്കിൽ കർത്താവേ, നിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചിട്ട് ഏതൊരു സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് അപ്പച്ചൻ്റെ രക്തം കൊണ്ട് കഴുകി ചീർണ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് പുതുവസ്ത്രം ഉടുപ്പിച്ച് ക്രിസ്തുവിൽ ദൈവമക്കളെന്നുള്ള പദവിയിലേക്കാക്കി അപ്പച്ചൻ അവരുടെ പിതാവും മാതാവുമായിട്ട് നിൽക്കണം. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ അനാഥരായ കുഞ്ഞുങ്ങൾ തിരിച്ചു കയറി വരട്ടെ. അനാഥാവസ്ഥ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അഴിഞ്ഞു പോകട്ടെ. നീ ഞങ്ങളുടെ അപ്പനാണെന്നുള്ള പൂർണ്ണബോധത്തോടെ സംസാരിപ്പാൻ, അങ്ങനെ പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് ബലം തന്നാട്ടെ. അവിടുന്ന് പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.